മൈസൂരുവിൽ കുടുംബ വഴക്കിനെ തുടർന്ന് പോലീസ് വീട്ടിലെത്തിയതോടെ പിടിയിലായത് 36 വർഷം മുൻപ് കേരളത്തിൽ തോക്ക് ചൂണ്ടി കവർച്ച നടത്തി മുങ്ങിയ പ്രതി. തിരുവമ്പാടിയിൽ KSRTC ജീവനക്കാരനെ തോക്ക് ചൂണ്ടി പണം കവർന്ന VK ജോസാണ് ഒടുവിൽ അറസ്റ്റിലായത്. നാടുവിട്ട് മൈസൂരുവിലെത്തിയ ജോസ് വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു. മൈസൂരുവിലെ നരസിംഹരാജ എന്ന സ്ഥലം ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി കുടുംബവഴക്ക് സഹിക്കവയ്യാതെയാണ് വീട്ടമ്മ പോലീസിനെ വിളിച്ചത്. ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ വഴക്കും പോലീസിന്റെ വരവും പിന്നീട് വഴി തുറന്നതാകട്ടെ 1990-ൽ കോഴിക്കോട് തിരുവമ്പാടിയിൽ നടന്ന കവർച്ചാ കേസിലേക്കാണ്. തിരുവമ്പാടിയിൽ നിന്ന് കൂമ്പാറയിലേക്ക് രാത്രി പോകുകയായിരുന്ന KSRTC ബസ് കണ്ടക്ടറെ തോക്ക് ചൂണ്ടിയാണ് ജോസ് പണം കവർന്നത്. തുടർന്ന് ഒളിവിൽ പോയി. തിരുവമ്പാടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പിന്നീട് ഇയാൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റും പുറപ്പെടുവിച്ചിരുന്നു. മൈസൂരുവിലെത്തിയ ജോസ് പെയിന്റിംഗ് ജോലിയുമായി അവിടെ സ്ഥിരതാമസമാക്കി. വിവാഹം കഴിച്ച് കുടുംബജീവിതവും ആരംഭിച്ചു. വീട്ടമ്മ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചതിനെ തുടർന്നാണ് നരസിംഹരാജ പോലീസ് അന്വേഷിച്ചെത്തിയത്. വീട് പരിശോധിച്ചപ്പോൾ ജോസിന്റെ കട്ടിലിനടിയിൽ നിന്ന് നാടൻ തോക്കും കേരളത്തിലുണ്ടായിരുന്നപ്പോഴുള്ള ചില രേഖകളും കണ്ടെടുത്തു. ചോദ്യങ്ങൾക്ക് നൽകിയ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് പോലീസിനെ സംശയത്തിലാഴ്ത്തിയത്. ഇതോടെ നരസിംഹരാജ പോലീസ് കേരള പോലീസുമായി ബന്ധപ്പെട്ടു. തിരുവമ്പാടിയിലെ കേസിൽ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് നിലവിലുണ്ടെന്ന് പോലീസ് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. തുടർന്ന് തിരുവമ്പാടി പോലീസ് എത്തി ജോസിനെ കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ ജോസിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.